ഞാനിന്നിവിടെ ഒരു ചിപ്പി റോസ്റ്റാണ് തയ്യാറാക്കാൻ പോകുന്നത്. റോസ്റ്റ് ചെയ്യാനുള്ള ചിപ്പി വേവിച്ച് ഇളക്കിയെടുത്തതാണിത്. ഇതിനകത്തുള്ള നാരും അഴുക്കുമെല്ലാം കളഞ്ഞെടുക്കാം. വൃത്തിയാക്കിയ ചിപ്പിയിൽ കുറച്ച് പെരുംജീരകം പൊടിച്ചത്, ഗരം മസാല, കുരുമുളക് പൊടി, 2 സ്പൂൺ മുളക് പൊടി, മഞ്ഞൾ, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് പുരട്ടി വയ്ക്കാം. കുറച്ച് നേരം മാറ്റി വെച്ചേക്കാം. അപ്പോഴേക്കും ബാക്കി സാധനങ്ങൾ റെഡിയാക്കി എടുക്കാം. പാത്രം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് എണ്ണ ചേർത്ത് നമുക്ക് അരപ്പ് പുരട്ടി വെക്കുന്ന ചിപ്പി വറുത്ത് കോരി എടുക്കാം. ഒരു തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മൂപ്പിക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് കുറച്ച് കോരി മാറ്റി വയ്ക്കാം. ഇതേ പാത്രത്തിൽ തന്നെ എണ്ണ ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് മൂപ്പിക്കാം. ഇതിലേക്ക് 2 സവാള അരിഞ്ഞതും 10-15 ചെറിയ ഉള്ളി അരിഞ്ഞതും ചേർത്ത് വഴറ്റാം. ഇപ്പോൾ ഉപ്പ് ചേർത്ത് വഴറ്റാം. സവാള നന്നായി വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 പച്ചമുളക് കീറിയതും കുറച്ച് മല്ലിയില അരിഞ്ഞതും ചേർത്ത് വഴറ്റാം. ഇതിലേക്ക് ആവശ്യത്തിന് പൊടികൾ ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, പെരുംജീരകപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല. ഇതെല്ലാം കുറേശ്ശെ ചേർത്താൽ മതി. കാരണം ചിപ്പിയിൽ ഇതെല്ലാം ചേർത്താണ് നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് വഴറ്റാം. അല്പനേരം ഒന്ന് മൂടി വയ്ക്കാം. ഇതിലേക്ക് ചിപ്പി ചേർത്ത് ഇളക്കാം. ഇനി അല്പം നേരം അടച്ച് വയ്ക്കാം. ചിപ്പി റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്.